ഈശോമിശിഹായ്ക്ക് ഞാൻ ലിസ ജോർജ് ഫിലോക്കാലിയ മിനിസ്ട്രിയിൽ നിന്ന്. കഷ്ടപ്പാടുകൾ എന്തിന് ദൈവം അനുവദിക്കുന്നു? ഇത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനുമാണെന്ന് തിരുവചനം പറയുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഞാൻ 1987 ധ്യാനം കൂടാൻ പോകുന്നത്. ആ ധ്യാനം കൂടാൻ പോകുന്നതിന്റെ ഒരു പ്രത്യേക കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യ ദുഃഖം, ജീവിത പങ്കാളിയുടെ മദ്യപാനം, മുൻകോപം, ഞാനും ജീവിത പങ്കാളിയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കുമ്പോൾ വഴക്ക് കൂടുന്നു. ഈ ഒരവസ്ഥ, സമാധാനമില്ലാത്ത ഈ ഒരു അവസ്ഥയിലാണ് ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ കടന്നു പോകുന്നത്. ഒരു ദമ്പതി ധ്യാനമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ധ്യാനത്തിന് ചെന്നു. 40 ദമ്പതികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു ദിവസം കഴിഞ്ഞു. 2-ാം ദിവസത്തെ സ്തുതിപ്പിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു വചനം എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. അത് ഇതാണ്: സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, ദൈവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ അതിന് കഴിയുകയില്ല, എന്തെന്നാൽ ജ്ഞാനത്തിന്റെ ബഹുസ്ഫുരണമാണ് സ്തോത്രഗീതം. അഥവാ ദൈവകൃപ നമ്മളിൽ വന്ന് നിറയാതെ നമുക്ക് ദൈവത്തെ ആബാപിതാവേ എന്ന് വിളിച്ച് സ്തുതിക്കാൻ സാധിക്കയില്ല എന്നാണ് ഈ വചനത്തിന്റെ സാരാംശം. ഈ വചനം എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയപ്പോൾ എന്റെ ഈശോയെ, ഞാൻ പാവിയാണല്ലോ എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി. ഈ ധ്യാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ടോക്ക് കഴിഞ്ഞ് 1 മണിക്കൂറാണ് ഒരു ടോക്ക് കഴിഞ്ഞ് നമുക്ക് ആ ടോക്കിനെ കുറിച്ച് ധ്യാനിക്കാനും സ്വയം വിലയിരുത്തുവാനും അടുത്ത ചാപ്പലിൽ പോയിരുന്ന് വിലയിരുത്താനും സൗകര്യമുണ്ട്. അങ്ങനെ ഞാൻ ആ ചാപ്പലിലേക്ക്, ആരാധനയുടെ മുമ്പിലേക്ക് ഞാൻ ചെന്നിരുന്നിട്ട് എന്റെ ഈശോയോട് പറഞ്ഞു: ഈശോയെ, ഞാൻ പാവിയാണ്, എന്നാൽ എന്റെ പാവാവസ്ഥ എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. തല കുമ്പിട്ടിരുന്ന് ഞാൻ ഈശോയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാപങ്ങൾ ഓരോന്നും കുറേശ്ശെയായിട്ട് വെളിപ്പെട്ട് കിട്ടി. അടുത്ത ക്ലാസിന്റെ സമയത്ത് കുമ്പസാരത്തെ കുറിച്ചായിരുന്നു. ആ കുമ്പസാരത്തെ കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പാപത്തെ കുറിച്ച് ശരിയായ ഒരു ബോധ്യം കിട്ടി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒരു പൂർണ്ണ കുമ്പസാരം നടത്തണം. അതിന് പാപങ്ങൾ ഓരോന്നും ഓർത്ത് ആഴമായി അനുദപിച്ച് അതൊരു പേപ്പറിൽ എഴുതി വേണം കുമ്പസാരിക്കാനെന്ന്. ഞാനും അങ്ങനെ ഒരുങ്ങി ഒരു പേപ്പറിൽ എഴുതി നല്ലൊരു കുമ്പസാരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആരാധനയുടെ സ്ഥലത്ത് വന്നിരുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ, ആരാധനയുടെ സമയത്ത് എന്നെ തന്നെ സമർപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ ഈശോയെ, ഏറ്റവും വലിയ പാവി ഞാനാണ്. എന്റെ കുടുംബത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ ഈശോയുടെ തിരുമുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു: കർത്താവേ, ഇന്ന് തൊട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിന് സഹായിക്കണമെന്ന്. തുടർന്ന് എനിക്ക് ഓരോ ക്ലാസ്സും കൂടുതൽ അനുഭവമായി തോന്നി. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ധ്യാനം കൂടി അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ആ ധ്യാനത്തിന് ശേഷം എന്റെ ഭർത്താവ് മദ്യപാനം നിർത്തി ഞങ്ങൾ നല്ല സമാധാനത്തോടു കൂടി കുടുംബജീവിതം നയിക്കാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ ധ്യാനത്തിൽ ഒരു പ്രത്യേകത അച്ഛൻ പറഞ്ഞു: നിങ്ങൾ വ്യക്തിപരമായി ഈശോയുമായിട്ട് ഐക്യത്തിലായിരിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥന നടത്തണമെന്ന്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഈശോയോട് പറഞ്ഞു: ഈശോയെ, വ്യക്തിപരമായ പ്രാർത്ഥന നടത്താൻ എന്നെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിക്കണേ ഒരു 4 മണിക്ക്. പിറ്റേന്ന് ദിവസം 4 മണിക്ക്, കൃത്യം 4 മണി ആയപ്പോൾ ലിസായെ എന്നൊരു വിളി ഞാൻ കേട്ട് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ 4 മണി. ആ 4 മണിക്ക് ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് വ്യക്തിപരമായ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഞാനും എന്റെ അച്ചായനും കൂടെ ഞങ്ങൾ അച്ഛന്റെ അടുത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ രോഗവികാരി അച്ഛന്റെ അടുത്ത് പോയി ഒരു ധ്യാനം അവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് അവിടെ തുടങ്ങാൻ അച്ഛനോട് അനുവാദം വാങ്ങിച്ചു. ഞങ്ങളുടെ ഒരു ധ്യാനഗുരുവായിരുന്നു, കല്ലോളം അച്ഛനായിരുന്നു. അച്ഛൻ അതിന് സമ്മതിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ഛൻ നേതൃത്വം നൽകി. ആഴ്ചയിൽ 1 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന, പിന്നെ ഹൗസ് വിസിറ്റ്, ഇങ്ങനെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പോട്ട ആശ്രമത്തിൽ 1989 വൺ ഡേ ധ്യാനം നടക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങള് എല്ലാ മാസവും, അന്ന് 1980 തൊട്ട് എല്ലാ മാസവും 3 വർഷത്തേക്ക് ഒരു വലിയ ബസ് നിറച്ച് നമ്പൂരിയിൽ നിന്ന് ഈ വൺ ഡേ ധ്യാനത്തിനായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പനക്കിലച്ഛൻ അതിന് വേണ്ടുന്നതായിട്ട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. ഈ ധ്യാനം കഴിഞ്ഞ് ഡിവൈനില് ധ്യാനം തുടങ്ങിയപ്പോൾ ഞങ്ങള് എല്ലാ 3 മാസത്തിലൊരിക്കല് ഒരു 10 പേര് 12 പേര് ഇങ്ങനെയുള്ളവരെ ഞങ്ങളെ ധ്യാനത്തിന് ഇവിടെ കൊണ്ടുവന്ന് ജൈവമുദ്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടില് നല്ല തിക്കും തിരക്കുമായി ഉപവാസ പ്രാർത്ഥനകളൊക്കെ കൂടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാരിൽ നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. ഇവള് പ്രാർത്ഥനയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു, ഇവളുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും, ഒരു ഉത്തരവാദിത്വമില്ലാതെ പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ
ഞാൻ ആ വിമർശനങ്ങളൊക്കെ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുത്തോട്ട് എന്റെ ശുശ്രൂഷ ഞാൻ മുന്നോട്ട് പോയി. അതേസമയം 2 മണിക്കാണ് ഞങ്ങള് ഉച്ചയ്ക്ക് 2 മണിക്ക് പിള്ളേർക്ക് ചോറെല്ലാം കൊടുത്ത് സ്കൂളിൽ വിട്ട് 2 മണിക്കാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. 5 മണിയാകുമ്പോൾ തിരിച്ചു വരും. എന്റെ വീടിന്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ അസൂയുള്ള പലരും അതേക്കുറിച്ച് വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു ബന്ധു ഞങ്ങളുടെ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ട് വന്ന് കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴേ കുഞ്ഞുങ്ങളെയൊക്കെ ആരുടെ ഏൽപ്പിച്ചിട്ട് പോകും? ഞാൻ പറഞ്ഞു, ഈശോ അപ്പന്റെ ഏൽപ്പിച്ചിട്ട് പോകും, ഈശോ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ കുഞ്ഞുങ്ങൾ 4 പേരും, കൊച്ചു പിള്ളേരെ, മൂത്ത മോൾക്ക് 12 വയസ്സേ ഉള്ളൂ, എല്ലാരും കൂടെ ഓടി വന്ന ഉടനെ കൊച്ചുങ്ങളെ കണ്ടെടുത്താണ് അവിടെ ചിരിച്ചിട്ട് പറഞ്ഞു, നല്ല ഗ്രേസ് ഉള്ള കുഞ്ഞുങ്ങള്, അവര് നല്ല തക്കടി മുണ്ടം പോലെ ഇരിക്കുന്നു, ഇത്ര പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരു വീട്ടിലെയാണെന്ന് പറയില്ല. അതെ ചേച്ചി പറഞ്ഞതുപോലെ ദൈവം പരിപാലിക്കുന്ന കുടുംബമാണ്. വീണ്ടും ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും ഞങ്ങളെ ഞെരുക്കി. അപ്പൊ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ഞങ്ങൾ ഏറെ വിഷമിച്ചു. അങ്ങനെ അപ്പോഴും ഞാൻ പറഞ്ഞു, ഈശോ തരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു ടീച്ചറമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ലിസ ഒരു 50,000 രൂപ തരാം, നിങ്ങൾ ബിസിനസ് തുടങ്ങ, പലിശ തരങ്ങണ്ട, അത് കുറേശ്ശെയായിട്ട് എനിക്ക് തന്നു തീർത്താൽ മതിയെന്ന്. അങ്ങനെ ആ പൈസ മേടിച്ച് ഞങ്ങൾ ബിസിനസ് തുടങ്ങി, സ്ലോട്ടർ എടുത്തു. അങ്ങനെ കുറെ ആ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ കയറാൻ തുടങ്ങി. വീണ്ടും പ്രശ്നങ്ങൾ പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഇനിയിപ്പോ കൊച്ചുങ്ങൾ വളരുമല്ലേ, അവരെ കെട്ടിച്ചയക്കണ്ടേ എന്നുള്ള ചിന്തകൾ. ഞാൻ പറഞ്ഞു, അതും ദൈവം നടത്തും. അങ്ങനെ മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴും ദൈവം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ട് ഓരോരോ കാര്യങ്ങൾ നടത്തി തന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം അത് ദൈവം നന്നായിട്ട് നടത്തി തന്നു. അതുപോലെ ഞങ്ങൾക്കൊരു ഭവനം, ഒരു ഓടിട്ട ചെറിയ വീടായിരുന്നു, ഒരു ഭവനമില്ല. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചി ചോദിച്ചു, ലിസമ്മേ, നീ ഈ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടുന്നു, അവർക്ക് വീടും ഒക്കെ കിട്ടുന്നു, എന്നാല് നിനക്കൊരു വീട് തമ്പുരാൻ തരാത്തെന്തേ? ഞാൻ പറഞ്ഞു, ചേച്ചി അത് ദൈവത്തിന് എന്റെ കുടുംബത്തെ കുറിച്ചൊരു നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിന്റെ സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും ദൈവം വീട് ഒരുക്കി തരും എന്ന് ഞാൻ പറയുകയും ചെയ്തു. ശുശ്രൂഷ നന്നായിട്ട് പോണു, ബുദ്ധിമുട്ടില്ല, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്തായാലും പ്രിയമുള്ളവരെ, ഞങ്ങള് 87-ല് ഞാനൊരു വീടിന് ഞങ്ങൾ ധ്യാനീകരണത്തിൽ വന്ന് ശുശ്രൂഷയും ചെയ്ത് മുന്നോട്ട് പോയി. എന്നാലും ഞങ്ങൾക്ക് 2018-ലാണ് നല്ലൊരു ഭവനം ദൈവം ഒരുക്കി തന്നത്. അതുവരെ ഞങ്ങള് പ്രാർത്ഥിച്ച് കാത്തിരുന്നു, ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് 1-2 വർഷം അല്ല 3 വർഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടില്ല എന്ന് വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങും. അങ്ങനെയല്ല, ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു നിശ്ചിത സമയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളിപ്പോ ആയിരിക്കുന്ന അവസ്ഥയോടുകൂടി ശുശ്രൂഷയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം സത്യമായും നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കൊന്ന് വീണ്ടും പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ? നമ്മൾ അല്ലെങ്കിൽ ഭർത്താവിനെ നന്നാക്കാൻ, ഭാര്യയെ നന്നാക്കാൻ, അമ്മായിമ്മയെ നന്നാക്കാൻ, മക്കളെ നന്നാക്കാൻ അല്ല നമ്മൾ ധ്യാനത്തിന് പോകേണ്ടത്. ഞാനെന്ന വ്യക്തി ആരാണ്, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു, എന്റെ കുറവ് എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ, സ്വയം തിരുത്തുവാൻ ഒക്കെ ആഗ്രഹിച്ചു വേണം നമ്മളൊരു ധ്യാനത്തിന് പോകാൻ. അവിടെ ചെന്നു കഴിഞ്ഞാൽ മറ്റു ചിന്തകളൊന്നും വേണ്ട. ഞാൻ എന്നെ തന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെയും എന്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ ആ 5 ദിവസം ഈശോയുടെ അടുത്ത് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശോ നിറവേറ്റി തരും. എന്തെന്നാൽ 3 ദിവസം ഈശോയുടെ അടുത്ത് വചനം കേട്ടിരുന്നവരുടെ മേൽ ഈശോയ്ക്ക് അനുകമ്പ തോന്നി, അവർക്ക് ഭക്ഷണം കൊടുത്തു, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുത്തു, ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യം കൊടുത്തു പറഞ്ഞു വിട്ടവനാണ് നമ്മുടെ കർത്താവായ ദൈവം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്നല്ലേ തിരുവചനം പറയുന്നത്. സക്കേബൂസ് എന്ന ഒരേ ഒരു വ്യക്തിയുടെ മാനസാന്തരം ആ കുടുംബത്തെ മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വരികയും ഈശോ അവരുടെ ഭവനത്തിൽ ചെന്ന് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത് ഓർക്കുക. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.